എല്ലാവർക്കും സ്റ്റിച്ച് വൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റിവേഴ്സ്ഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സാധാരണ ചെയിൻ സ്റ്റിച്ച് ആരിയിൽ തയ്ക്കാൻ അറിയാമെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് വേഗം തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാം. അപ്പോൾ ഞാനിവിടെ സെറി ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മളിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ലൈന് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് നിർത്തണം. അപ്പോൾ നമ്മളിവിടെ കെട്ടിട്ട് കൊടുക്കുന്നില്ല, എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരം നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം. നേരത്തെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെറിയ ലോക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന്. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ നീഡിൽ തിരിച്ച് ഈ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ നടുക്കൂട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, അവിടെ ചെറിയൊരു ലോക്ക് ഇട്ടിട്ട്, അതായത് നമ്മുടെ ആ ഒരു ത്രെഡ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ലോക്ക് ഇട്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഇതേ ചെയിൻ നമ്മളിപ്പോൾ ആദ്യം തയ്ച്ചിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ്ഡ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലൈന് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു, എന്നിട്ട് നമ്മൾ റിവേഴ്സ്ഡ് ആയിട്ട് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിന് റിവേഴ്സ്ഡ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം ഞാനീ അപ്പോൾ ഇതിന് മുന്നേ 2 സ്റ്റിച്ചസും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്ന സ്റ്റിച്ചസൊക്കെ തയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് തയ്ക്കാം. അപ്പോൾ ഇവിടെ 2 സ്ട്രാൻഡ്സിലാണ് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളെങ്ങനെയാണോ മുമ്പേ സെറി ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മൾ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡ്സിലാണ് നമ്മൾ സിൽക്ക് ത്രെഡ് എടുക്കുന്നത്. നമ്മൾ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും 2 സ്ട്രാൻഡ്സിൽ തന്നെയാണ് കേട്ടോ സിൽക്ക് ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്ട്രാൻഡ്സിൽ സിൽക്ക് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റിൽ, അതായത് എൻഡിലേക്ക് വരുമ്പം എൻഡ് നോട്ട് ഇട്ട് കൊടുക്കേണ്ട, അവിടെ ഒരു ചെറിയ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ റിവേഴ്സ്ഡ് ആയിട്ട് തയ്ച്ച് മുകളിലേക്ക് വരാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ബ്ലൗസിൽ ബോർഡറായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡിസൈൻസ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.